Question number 8. Moving charges and magnetism എന്ന് പറയുന്ന ലെസൺ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ കറണ്ട് ക്യാരിങ് അവിടെ കറക്ഷൻ ഉണ്ട്. സോളിനോയിഡ് എന്ന് ഇവിടെ ആഡ് ചെയ്യണം. എ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് ഓക്കെ ഈ റീജിയനിൽ ഈ സ്ഥലത്ത് റൈറ്റ് ഈസ് പ്ലേസ്ഡ് വെർട്ടിക്കലി and a particle of mass m with a charge q is released from rest. The particle moves along the axis of the solenoid. If g is the acceleration due to gravity, then the acceleration of the charged particle will satisfy. So anyway, for a solenoid, we have a current carrying solenoid kept vertically in the paranyatam, placed vertically. ഓക്കെ ഇതാണ് കണ്ടീഷൻ. അപ്പം ഇതാണ് നമ്മളെ സോളിനോയിഡ്. ഒരു കറണ്ട് കാരിങ് സോളിനോയിഡ് ആണ് അല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദി ആക്സിസ് ആയിരിക്കും. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഓക്കെ നൗ എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് ദി ആക്സിസ് ഓഫ് ദ സോളിനോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഈ പാർട്ടിക്കിളിന്റെ ആക്സിലറേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആക്സിലറേഷൻ കാണാൻ നെറ്റ് ഫോഴ്സ് നിങ്ങൾക്ക് അറിയണം. അപ്പൊ ഇവന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതാന്ന് വെച്ചാൽ വെയിറ്റ് എം ജി ഡൗൺവേർഡ് ഡയറക്ഷനിലുണ്ട്. പിന്നെ ഇവൻ മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പൊ നമുക്കറിയാം അവിടെ ഒരു മാഗ്നറ്റിക് ഫോഴ്സിനുള്ള സാധ്യത ഉണ്ട് ക്യൂ വി ബി സൈൻ തീറ്റ. പക്ഷെ ഇവിടെ ഇവൻ മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷൻ, ഐ മീൻ അലോങ് ദി ആക്സിസ് ആണ്. അലോങ് ദി ആക്സിസ് എന്ന് വെച്ചാൽ ഒന്നുകിൽ ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് അല്ലെ. തീറ്റ ഐദർ 0 അല്ലെങ്കിൽ 180 രണ്ടാണെങ്കിലും ആ മാഗ്നറ്റിക് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. അപ്പൊ ഇവന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവന്റെ വെയിറ്റ് എം ജി ആണ്. അപ്പൊ നെറ്റ് ഫോഴ്സ് എം ജി ആണ്. ആ നെറ്റ് ഫോഴ്സ് നമുക്കറിയെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് ബൈ മാസ് അല്ലേ. അപ്പൊ ഇതിനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് വരും? ജി എന്ന് വരും. അപ്പൊ എ ഈക്വൽ ടു ജി എന്ന് വരും. സോ ആൻസർ ഓപ്ഷൻ 1 ആണ് നമ്മളുടെ ആൻസർ വരിക.